നല്ല വിമർശനങ്ങളെ സ്വീകരിച്ചാലേ മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് നിവിൻ പോളി പറഞ്ഞു. വിമർശനങ്ങളെ അവഗണിക്കാൻ ആകില്ല. താൻ ശരീരഭാരം കൂട്ടിയതുൾപ്പെടെയുള്ള വിമർശന വിഷയങ്ങളിൽ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കുകയായിരുന്നു നടൻ. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഒരുപാട് മെസ്സേജുകൾ നിവിൻ്റെ പോളി സിനിമ ഉണ്ടാവാറുണ്ട്. അത് ഇൻഡയറക്റ്റ്ലി പലപ്പോഴും കേൾക്കാറുണ്ട്. ബോഡി ഷെയ്മിങ്, ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ്, മറ്റു സിനിമ ഇതൊക്കെ ശേഷം ഇപ്പോൾ ഭയങ്കര മാറി ഫിറ്റായി കൂടുതൽ യങ് ആയി ഫീൽ ചെയ്യുന്നു. എന്താണ് ഈ വിമർശനങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണോ ഈ മാറ്റം? നല്ല വിമർശനങ്ങൾ നമ്മൾ സ്വീകരിക്കണമല്ലോ, എന്നാലാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതവർ നമ്മൾ നല്ലതാവാൻ വേണ്ടി തന്നെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാം നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ നമുക്കൊരു സെൽഫായിട്ടുള്ളൊരു കോമൺ സെൻസിലൂടെ നമ്മൾ ചിന്തിക്കണമല്ലോ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, അല്ലെങ്കിൽ കുറച്ച് ഫിറ്റ്നസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊരു വിമർശനങ്ങൾ കേൾക്കുകയും വിമർശനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുകയും സെൽഫായിട്ട് അത് ഉള്ളൊരു ഇത് അപ്ലൈ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് തനി അതിലേക്ക് ട്രാക്കിലേക്ക് വരും. അത് പല കാരണങ്ങൾ കൊണ്ടാണ്, പക്ഷെ അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാതെ പോകുന്നു. നിവിൻ പോളി നായകനായ സർവം മായമെന്ന പുതിയ സിനിമയുടെ ഗൾഫ് പ്രമോഷൻ പരിപാടിയുടെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ. പ്രമുഖ സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ മകൻ അഖിൽ സത്യനാണ് സിനിമ സംവിധാനം ചെയ്തത്. അഖിലുമായുള്ള സിനിമ ഷൂട്ടിംഗ് അനുഭവവും നിവിൻ പങ്കുവച്ചു. അങ്ങനെ ഒരു വെയിറ്റ് ഇതുവരെ അഖിലിന്റെ ഭാഗത്തുനിന്ന് തോന്നിയിട്ടില്ല. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ആണ് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തത്. ഇപ്പോഴും ഈ സിനിമ ഷൂട്ട് ചെയ്ത് വന്ന പോലെയല്ല, ഞങ്ങൾ എവിടെയോ വെക്കേഷന് പോയി ഒരു സിനിമ തീർത്ത പോലത്തെ ഒരു ഫീലാണ് ഈ സിനിമയ്ക്ക് എനിക്ക് തരുന്നത്. ഇപ്പോഴും നല്ല ഓർമ്മകളും ഹാപ്പി മൊമെന്റ്സും ആണ് തന്നിട്ടുള്ളത്. ഈ ഹൊറർ സിനിമയിലെ പ്രേത കഥാപാത്രത്തെ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ ആദ്യമായി സംവിധായകൻ പരിചയപ്പെടുത്തി. നടിയും നിർമ്മാതാവുമായ റിയ ഷിബു ആണ് ഈ വേഷം ഇട്ടത്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഇപ്പൊ പറഞ്ഞ പേര് റിയ ഷിബു, ഞാനത് പറയാതിരിക്കായിരുന്നു. നമ്മൾ കപ്പച്ചക്ക കാന്തരിയിൽ മീറ്റ് ചെയ്ത് ആക്ച്വലി അത് പറഞ്ഞപ്പോൾ എൻ്റെ ഫസ്റ്റ് മെമ്മറി, എൻ്റെ ഫസ്റ്റ് ലുക്ക് ടെസ്റ്റ് നമ്മൾ കപ്പച്ചക്ക കാന്താരിയിലാണ് ചെയ്ത്. സിനിമയുടെ നിർമ്മാതാവായ തൃശൂർ സ്വദേശി രാജീവൻ, കണ്ണൻ രവി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1000 countdown.